കുഞ്ഞിൻ്റെ പാർഷ്യൽ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക, ബാക്കി കണ്ണ് എല്ലാ അവയവങ്ങളുടെയും കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് ഇവിടെ വെച്ചാണ്. ചിലപ്പോൾ ഞങ്ങൾ ചില അപാകതകൾ കണ്ടുപിടിക്കാറുണ്ട്. അതനുസരിച്ച് നിയോനെറ്റോളജിസ്റ്റ് എന്ത് വേണമെന്നുള്ളത് പറയാറുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മാതാവിൻ്റെ ദുശീലങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ കണ്ടമാനം പുകവലിയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ പാസീവ് സ്മോക്കർ കൂടിയാകാം. ഭർത്താവ് ഒരുപാട് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ, എപ്പോഴും കൂടെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ ഉണ്ടെങ്കിൽ ഇവർക്ക് പാസീവ് സ്മോക്കർ ആകാം. പക്ഷേ ഇവർ സ്മോക്ക് ചെയ്യുന്ന അത്ര തന്നെ പാസീവ് സ്മോക്കറിലെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യില്ല. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ മുരടിക്കാം ഈ അമ്മ ഒരുപാട് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനിയൊന്നാണ് ആൽക്കഹോൾ. നമ്മുടെ നാട്ടിൽ അത് കാണാറില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ അമ്മമാർ ഗർഭിണികളായിരിക്കുമ്പോൾ ഡ്രിങ്ക്സ് എടുക്കാറുണ്ട്. ആ ഡ്രിങ്ക്സ് ഒരുപാട് അധികം കഴിക്കുകയാണെങ്കിൽ ഈ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാം. ഫീറ്റൽ ആൽക്കഹോളിസം എന്നുള്ള ഒരു സിൻഡ്രോം ഉണ്ട്. കുഞ്ഞിൻ്റെ സെറിബ്രൽ CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാം. ഒരുപാട് ഡിഫോമിറ്റീസ് അതുകൊണ്ട് വരാം. കാർഡിയാക് ഡിഫോമിറ്റീസ് വരാം, ബുദ്ധിമാന്ദ്യം വരാം, ഹൃദയത്തിലുള്ള ഹാർട്ടിലെ എന്തെങ്കിലും എല്ലാം പ്രശ്നങ്ങൾ വരാം. അത് ഭാവിയിൽ ആ കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഡോക്ടർ, പ്രസവ സമയത്ത് ഒരു നവജാത ശിശുവിന് ലഭിക്കേണ്ട പരിചരണത്തിലുള്ള കുറവുകൾ പിന്നീട് ആ ശിശുവിൻ്റെ വളർച്ചയിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? തീർച്ചയായും അമ്മ പ്രസവിച്ച ഉടനെ കുഞ്ഞിന് എന്തെങ്കിലും കാരണവശാൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കിട്ടാതെ വരിക. ഉദാഹരണം, പൊക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ കരയാതിരിക്കുക അല്ലെങ്കിൽ നീലായിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ കുഞ്ഞിന് ഓക്സിജൻ കിട്ടാനും അതിൻ്റെ ബാക്കിയുള്ള ലങ് എക്സ്പാൻഷനുള്ള മാർഗങ്ങളും തീർച്ചയായും തേടേണ്ടതാണ്. ഈ ഹൈപ്പോക്സിയ കുഞ്ഞിനെ കാലക്രമേണ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമാന്ദ്യം വരാം, അതിന് സെറിബ്രൽ പാൽസി വരാം, ഞെട്ടൽ പറയുന്ന കൺവൾഷൻ വരാം. ഇതെല്ലാം കാണാറുണ്ട്. പ്രസവത്തിനായിട്ട് ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്? ഏത് സമയത്ത് വിളിച്ചാലും വരുന്ന ഒരു ഒബ്സ്ട്രിറ്റീഷ്യൻ ഉണ്ടാവണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രസവം നോക്കുമ്പോൾ സഹായിക്കാനുള്ള നല്ല മിഡ്വൈഫും നഴ്സസും ഉണ്ടാവണം. പ്രസവ മുറിയിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാമഗ്രികളും പെട്ടെന്ന് ഡെലിവറി ഉണ്ടായാൽ എടുക്കാനും ആ പ്രസവിച്ച കുഞ്ഞിനെ നോക്കാനുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓക്സിജൻ കൊടുക്കാനോ എയർവേ ക്ലീൻ ചെയ്യാനുള്ള സെക്ഷനോ അതുപോലെയുള്ളതെല്ലാം ഉണ്ടായിരിക്കണം. വിളിച്ചാൽ ഉടനെ വരാവുന്ന ഒരു നിയോനെറ്റോളജിസ്റ്റ് ഉണ്ടായിരിക്കണം. അത്യാവശ്യം വേണമെങ്കിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുട്ടിക്ക് നിവൃത്തി ചെയ്യാനുള്ള ലെവൽ 1 അതുപോലുള്ള സാമഗ്രികൾ ആ ആശുപത്രിയിൽ കാണണം. പല സന്ദർഭങ്ങളിലും പ്രസവിച്ച ഉടനെ നവജാത ശിശുക്കൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായി കാണുന്നു. ഇതിന് കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊക്കിൾക്കൊടി കഴുത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പ്രസവവേദന വന്നു. കുഞ്ഞിൻ്റെ തല ഇറങ്ങുമ്പോൾ മഷിയിടുക, കുഞ്ഞ് മെക്കോണിയം സ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ വന്നാൽ അത് കുഞ്ഞ് ആസ്പിറേറ്റ് ചെയ്യുക. ഇങ്ങനെ വരുന്ന കുഞ്ഞിന് ലങ് എക്സ്പാൻഡ് ചെയ്ത് മറ്റുള്ള ഒരു കുഴപ്പമില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ കരയാനോ ലങ് എക്സ്പാൻഡ് ചെയ്യാനോ ബുദ്ധിമുട്ടുകൾ വന്നു വരാം. ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുമുണ്ട്. അതിനെ ഉടനെ തന്നെ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള നിയോനെറ്റോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങേര് ഉടനെ തന്നെ ഇതെല്ലാം തന്നെ തരണം ചെയ്ത് കുട്ടിയെ നോർമലാക്കി എടുക്കാറുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സമയം ഏതാണ്? ഇതിനാണ് റെഗുലർ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീ റെഗുലറായി ഒരു ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രഷർ കൂടുതലില്ല, ഷുഗർ കൂടുതലില്ല, കാലിലോ നീരോ ഒന്നുമില്ല, യൂറിനിലോ ആൽബമിനില്ല, ഒരു പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് ഒരു കാരണവശാലും നേരത്തെ കയറി ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഒരേ ഒരു കാര്യം മാത്രം, വീട്ടിലെ മാതാപിതാക്കൾക്ക് പ്രായമായി ഒരുപാട് അകലേന്ന് വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ചില പേഷ്യൻസ് പറയും ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല ഡോക്ടറെ, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അഡ്മിറ്റായി കിടക്കാമെന്നുള്ളത്. അതല്ലെങ്കിൽ പൊതുവേ ഒരു ആശുപത്രിയും നേരത്തെ ഒരു രോഗിയും കിടത്താറില്ല. നേരത്തെ ഡോക്ടർ പറഞ്ഞ് കിടത്തുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അത് ഒന്ന് പ്രഷർ കൂടുതലായിട്ടുള്ള പേഷ്യൻസ്, ഇല്ലെങ്കിൽ ഷുഗർ ഉള്ളവർ, ഡയബറ്റിക് പേഷ്യൻസ്. ഈ ഡയബറ്റിക് അമ്മമാർക്ക് ഇൻസുലിൻ കൊടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഞങ്ങൾ പൊതുവേ 37-38 ആഴ്ചയാകുമ്പോൾ അവരോട് പറഞ്ഞ് ഗർഭം ടെർമിനേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കാറ്. അതിൽ കൂടുതലാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വന്ന് കുട്ടിയുടെ അനക്കം നിലയ്ക്കുക, കുറയുക വരുമ്പോൾ രോഗിയുടെ കൂടെയുള്ളവരും ഒരുപാട് പരിഭ്രമിക്കും. അവർക്ക് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. അതേപോലെയുള്ള വേറൊരു കണ്ടീഷനാണ് ഈ പ്രഷർ. ഗർഭത്തിൽ പ്രഷർ കൂടുതലായി, കാലിൽ നീര് വന്നു, മൂത്രത്തിൽ ആൽബമിൻ വന്നു എന്നുണ്ടെങ്കിൽ ഇത് ടോക്സീമിയ ഓഫ് പ്രഗ്നൻസി എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇതിലും ആംനിയോട്ടിക് ഫ്ലൂയിഡിലെ ചേഞ്ചസ് വരാം, ഗർഭത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ ചേഞ്ചസ് വരാം, കുട്ടിക്കത് പ്രശ്നമായി തീരാം, കുട്ടിയുടെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് ഈ സ്ത്രീയെ പ്രസവിപ്പിക്കുന്നത് എന്നുള്ള തീരുമാനം, വളരെ കാര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റണം. അതിനെ രോഗിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അശരണരുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന ശ്രീ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയുടെ സേവന ദൗത്യത്തെക്കുറിച്ചും സ്വാമിജിയുടെ ഉത്ബോധനങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ട് ചികിത്സാ രംഗത്ത് മാതൃകയാകുന്ന ഡോക്ടർ വിജയലക്ഷ്മിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അദ്വിതീയം വീണ്ടും തുടരും.